ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ തന്നെ കാണണമല്ലോ അല്ലേ? എന്തായാലും വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാർത്തകളിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ കാണിക്കുന്നത്. സ്ട്രോങ് റൂം താക്കോൽ പൂട്ടിനൊപ്പം വെച്ച് സീൽ ചെയ്യണം, എതിർത്ത ഉദ്യോഗസ്ഥന് നേരെ തോക്കു ചൂണ്ടി സൈനികൻ. ഇത് നമ്മുടെ കേരളത്തിലാണ് കേട്ടോ. കാരണം അങ്ങ് വടക്കേന്ത്യയിലൊക്കെ ഇത് നടക്കും. വോട്ട് കഴിയുമ്പോഴത്തേക്ക് സ്ട്രോങ് റൂമിൻ്റെ താക്കോലോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന മിഷനോ മറ്റതോ മറിച്ചതോ ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്ന ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ കേരളത്തിലും നടത്താനായിട്ട് ഇത് മലപ്പുറത്താണ് നടന്നതെന്നാണ് അറിയുന്നത്. എന്തായാലും ബാക്കിയൊക്കെ 4-ാം തീയതി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടിന് നോട്ട് വിവാദം. മീഡിയ വൺ റിപ്പോർട്ടർ സാജിദ് അജ്മലിന് BJP RSS ഭീഷണി, അപായപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനും നീക്കം നടക്കുന്നതായി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ആരും അല്ല പറഞ്ഞിരിക്കുന്നത്, ഇന്റലിജൻസ് റിപ്പോർട്ട്. അതായത് നമ്മുടെ ഈ മഞ്ഞൾ ശോഭ ചേച്ചിക്ക് ഇപ്പോൾ 2-3 പേരുകളുണ്ട്. ഒന്ന് മുല്ലപ്പൂ വെച്ച നിഴൽ ശോഭ ചേച്ചി, മറ്റൊന്ന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ ശോഭ ചേച്ചി. ഈ ശബരിമല വിഷയം നടക്കുന്ന സമയത്തെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ചേച്ചി ശബരിമലയിൽ പോയിട്ട് നിരാഹാരം കിടന്ന ഓർമ്മയുണ്ടല്ലോ, അന്ന് ഈ പ്രോട്ടീൻ പൗഡർ കലക്കി കൊടുത്ത് എന്നുള്ളൊരു പേരും കൂടെ നമ്മുടെ BJPയുടെ ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന ഒരു വനിതാ നേതാവായിട്ടുള്ള ഈ ബിന്ദു വിജയകുമാർ പറഞ്ഞിരുന്നു. ബിന്ദു വിജയകുമാർ പല ഞെട്ടിക്കുന്ന രഹസ്യങ്ങളും ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഈ പണം നൽകിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ, നമ്മുടെ മറ്റേ സിമി സജീവ്, നമ്മുടെ ശോഭ ചേച്ചിയുടെ ഏറ്റവും അടുത്ത തോഴിയാണെന്നേ. അപ്പൊ അന്ന് പണം കൊടുക്കുന്ന സമയത്ത് ഈ ചേച്ചി കാരണത്തില്ല എന്നായിരുന്നു ലെവളുടെ കുറെ ശിങ്കിടികളായിട്ടുള്ള മരമണ്ടന്മാരായിട്ടുള്ള ചാണക പൊട്ടന്മാർ കേരളത്തിൽ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ഉപ്പും നാണവും ഇല്ലാതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പൊട്ടിച്ചിരിച്ച ഇവന്മാരെ നോക്കി. ഇവനെല്ലാം വോട്ട് ചോദിച്ച് വീട്ടിൽ വരുമ്പോഴല്ലോ ചാണകമല്ല അമേധ്യം മുഖ്യ ചൂലിന് ഇവനെയൊക്കെ അടിച്ച് ഇവിടുന്ന് ഓടിക്കണം. കുറെ നേതാക്കന്മാര് ഈ BJPയുടെ ഭാഗമായിട്ട് വന്നിട്ട് അവരെന്താണ് ഈ കേരളത്തിലെ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? കാരണം ഇവരെല്ലാം വലിയ പണക്കാരായി. ഇവിടെ ഉള്ളിച്ചേട്ടന്റെ മകന്റെ കല്യാണം നടന്നൊക്കെ അറിയാലോ അല്ലേ? കേരളത്തിൽ ഇതുപോലൊരു കല്യാണം നടന്നിട്ടില്ല. അവർ അമ്മാതിരി ആഘോഷമൊക്കെ ആയിരുന്നു. ഇവന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമ്മൾ ചതഞ്ഞു പോയി കഴിഞ്ഞാലോ എന്തായിരുന്നു ഈ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഒരു സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഒരു പുല്ലുമാർക്ക് ഉണ്ടാകത്തില്ല. പാവം പിടിച്ച കുറെ അണികളെ മുന്നിൽ നിർത്തി ഇവനെല്ലാം നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുണ്ട്. 25 ലക്ഷം തട്ടിയതും അതിനുശേഷം ഇപ്പൊ ഈ പാലക്കാട് ഇവർ കൊടുത്തിട്ടുള്ള ഈ പണത്തിന്റെയൊക്കെ സോഴ്സ് ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം കേരളത്തിൽ. ബിന്ദു വിജയകുമാർ ഇപ്പൊ നടത്തിയിരിക്കുന്ന ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം സത്യസന്ധമായ രീതിയിൽ കേരളത്തിൽ അന്വേഷിക്കണം. ആലപ്പുഴയിലെ BJPയുടെ നേതാവായിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രസ്താവന ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത് പങ്കുണ്ടെന്ന്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇതിനെതിരെ ഒരു പരാതി കൊടുത്തു. ഇപ്പോൾ 1 കോടി രൂപ മാനനഷ്ട കേസ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസിന്റെ കൊലപാതകം അന്വേഷിക്കണമെന്ന് ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള ബിന്ദു വിജയകുമാർ പറയുന്ന ഈ ഒരു വീഡിയോ ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. BJPന്റെ പ്രവർത്തകർ നിങ്ങൾ കാണണം. നാളെ നിങ്ങൾക്കും ഈ ഗതിയൊക്കെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ബിന്ദു വിജയകുമാറിന്റെ ആ ഞെട്ടിക്കുന്ന കുറെ രഹസ്യങ്ങൾ പറയുന്ന ആ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണുക. കാരണം 10-30 വർഷമായി ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സമയവും ജീവിതവും പണവും എല്ലാം നഷ്ടപ്പെടുത്തി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രവർത്തകയെ ഞാൻ. എന്നെ വിളിച്ച് ശോഭാസ്, ഞാൻ ഈ സംഭവങ്ങൾ ആലപ്പുഴയിലെ വേണ്ടാത്ത സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയം തൊട്ട് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന പ്രസിഡന്റിനും നാഷണൽ പ്രസിഡന്റിനും നരേന്ദ്രമോദിക്ക് വരെ ഞാൻ ഇമെയിൽ അയക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടില്ലെന്ന് ഇന്നലെ ജയചന്ദ്രൻ മാഷ് ഒരു ചാനലിൽ പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിവില്ലാതെ പറയുന്നതാണ്. ഞാൻ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഞാനത് ഒതുക്കി മിണ്ടാതെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ ഇത് ജനങ്ങൾ അറിയണമെന്ന് എനിക്ക് ഒരു ഇതുള്ളത് കൊണ്ടാണ് ഞാനിത് പത്രത്തിനും ചാനലിനും ഒക്കെ കൊടുക്കാൻ തയ്യാറായത്. കാരണം ഞാനൊരു പരാതിയായിട്ട് ഇത് സംസ്ഥാന നേതാക്കന്മാരെ എല്ലാം വിളിച്ച് ശോഭ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഞാൻ കൊടുത്ത പരാതിക്ക് മേൽ ഇവർ എന്തെങ്കിലും നടപടിയോ അന്വേഷണമോ ചെയ്തേനെ. ഇതുപോലുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. ശോഭ എന്നെ ഭീഷണിപ്പെടുത്തുമ്പോൾ അത് ലോകം അറിഞ്ഞില്ലെങ്കിൽ നാളെ ഇവിടെ പോലുള്ള സംഭവങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ മരിച്ച സംഭവം. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഇതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സർവ്വസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയും അദ്ദേഹം കരഞ്ഞ് വിഷമിച്ച് എന്നോട് ചേച്ചി ഇത് കണ്ടോ ഈ പ്രസ്ഥാനം കാണിക്കുന്നത് എന്ന് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ ഒരു നേതാവായി വരികയും അതിന് തലേ ദിവസം തന്നെ പല സംഭവങ്ങൾ
സംഭവങ്ങൾ ഉണ്ടായിട്ട് നേതാക്കന്മാരെല്ലാം പോയി ഒളിവിൽ താമസിക്കുകയും ഇദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ അതിൽ ചെന്നെത്താൻ നിങ്ങൾക്കൊക്കെ കഴിയും. ഇത് എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമായി ഇത് മാറരുത്. ഒരുപാട് പേര് ത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടവരെല്ലാം ഇന്ന് അവഗണന നേരിട്ട് അവരെല്ലാം വളരെ വിഷമത്തോടു കൂടി കഴിയുകയാണെന്ന് ഇന്നലത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ധാരാളം പേർ ഈ പ്രസ്ഥാനം ശാപം കിട്ടിയതാണെന്നും ഇതിങ്ങനെ തുടർന്നു പോയാൽ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ 100 വർഷം പിടിച്ചു നിന്നെങ്കിലും ഇത് 45 വർഷം ആയി, ഇതിന് അധികം കാലം ഇത് മുന്നോട്ട് പോകത്തില്ല, അത്രയധികം മൂല്യച്യുതി ഈ പ്രസ്ഥാനത്തിന് നേടി. എന്തുകൊണ്ട് അന്വേഷിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ ചോദ്യം. ഒരു വനിതാ സംസ്ഥാന നേതാവ് ഒരു ജില്ലയിലുള്ള എന്നെ പോലുള്ള ഒരു പ്രായമായ സ്ത്രീയോട് പറയാൻ പറ്റുന്ന ഭാഷയിലാണോ ഇവർ ഈ പറഞ്ഞിരിക്കുന്നത്? അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സോമനെക്കുറിച്ച് വളരെ അശ്ലീലവും അപമാനകരവുമായ പ്രഖ്യാപനങ്ങളും ആരോപണങ്ങളും ഈ ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് സംസ്ഥാന നേതൃത്വത്തിന് ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ കഴിയുന്നു? അപ്പോൾ എന്തിനു വഹിക്കണം? ശോഭയ്ക്ക് പല തീവ്രവാദ ബന്ധങ്ങളുമുണ്ട്. നമുക്ക് മാതൃഭൂമി ന്യൂസിൽ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ആശംസ സ്വന്തം പേരിൽ പാർട്ടിയുടെ നിർദ്ദേശമല്ലാതെ ശോഭ ഒരു ആശംസ ഇടുകയും അതിന് വന്ന പണം മാതൃഭൂമിയിലേക്ക് എങ്ങനെ വന്നു എന്നും അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ് ശോഭയുടെ ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ. അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉറ്റ തോഴനായിട്ട് നിരാഹാരം ഇരിക്കുന്ന സമയത്ത് ജസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ പത്രക്കാരെ അന്വേഷിക്കുന്നത് അതേക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ജസ്റ്റിൻ എന്താണ് സംഭവിച്ചതെന്നും ജസ്റ്റിൻ്റെ ദുരൂഹമായ മരണത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമായി. അതുപോലെ തന്നെ സ്ത്രീകളുടെ അഭിമാനത്തെക്കുറിച്ചും സ്ത്രീ പീഡനത്തെക്കുറിച്ചും ഞാൻ എല്ലാവരുടെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രവർത്തക തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിന് പരാതി എഴുതി കൊടുക്കുകയും അതന്വേഷിച്ച ജില്ലാ പ്രസിഡന്റും ശോഭയുടെ കൂട്ടുകാരനുമായ പൂന്തുറ ശ്രീകുമാറും കൂടി ചേർന്ന് ആ കുട്ടിയോട് നിന്നെ ഈ പാർട്ടിയിൽ വെച്ചേക്കത്തില്ല എന്ന് പറയുകയും ആ അന്വേഷണ വേളയിൽ അവിടെ ഇരുന്ന് അതിനെ കളിയാക്കുകയും ചെയ്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ശോഭയോട് പറഞ്ഞിട്ടുള്ളതാണ്. ശോഭയ്ക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ വേണ്ടതൊക്കെ മൂടി വയ്ക്കാനും അത് ശോഭ പറയുന്നതെല്ലാം കള്ളമാണെന്നല്ല. ശോഭാ സുരേന്ദ്രൻ ആ കാറിലിരുന്ന് പണം കൊടുത്ത ആ സ്ത്രീയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അവരുടെ അമ്മൂമ്മയാണ്, ഇവള് കൊച്ചുമോളാണ്, ഈ കൊച്ചുമോൾ പൈസ കൊണ്ട് കൊടുത്തതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഈ 18 വയസ്സായ ഈ പയ്യൻ എന്നെ 3 പ്രാവശ്യം സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ചുവെന്ന്. ഇതെല്ലാം വെറും കള്ളത്തരമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. ഇലക്ഷന് നിന്നതാണ് ശോഭ ഇവിടെ എന്തൊക്കെ പണസംബന്ധമായ തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അതേക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയെന്നും അത് കണ്ട് സന്തോഷിച്ച് ഈ പാർട്ടിയുടെ അനുയായികളെല്ലാം ആവശ്യമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും ഇട്ട് സന്തോഷിക്കേണ്ട. ഈ ചിറ്റപ്പന് വെച്ച ചട്ടി അച്ഛനുമുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത് ഇങ്ങനെ കുറച്ച് നേതാക്കന്മാർ വെറും കൈയോടുകൂടി വന്ന് കോടിപതികളായി മാറിപ്പോകാനുള്ള പ്രസ്ഥാനമല്ല. ഇതിനു വേണ്ടി പ്രവർത്തിച്ച് ഇന്ന് ഒന്നുമല്ലാതെ കഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുന്ന ധാരാളം പ്രവർത്തകരുണ്ട്. അവരുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കണം. ബിജെപിയുടെ ഒരു നേതാവാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ശോഭയെ നീ തീർന്ന് ഇതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സത്യസന്ധമായി കേരള പോലീസ് ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണം, കണ്ടെത്തണം. ഒന്ന് ഈ ഫോട്ടോഗ്രാഫറിന്റെ കാര്യം പറയുന്നുണ്ട് ഇതിനകത്ത്. മറ്റൊന്ന് ഇതിനകത്ത് പറയുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം കൂടെ ഉണ്ട്. ഇപ്പോഴല്ല ബിജെപിയുടെ ഒരു വനിതയെ പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു സംഭവം കൂടെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അത് ചെയ്തിട്ടുള്ള ഏത് നാറിയാണ്? കാരണം ഈ ഒരു പ്രസ്ഥാനത്തിനകത്ത് മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ. ഇതുപോലത്തെ പീഡന വീരന്മാർ ഒരുപാടുണ്ട്. പക്ഷെ അവരെല്ലാം ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം കേന്ദ്രത്തിൽ ഭരണം എന്ന് പറയുന്നൊരു സാധനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ല എന്നുണ്ടെങ്കിൽ ഇത് അനിസ്പ്രയുടെ പരസ്യം പോലാകും, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കാരണം അത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾ വെറുത്ത് പൊറുതിമുട്ടിയാണ്. പക്ഷെ ഇവനൊക്കെ ഈ പണം ഇറക്കിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ചിറിയിൽ തേച്ചു കൊടുത്തിട്ടാണ് ഇവനെല്ലാം ആളെ കൂട്ടി കൊണ്ടു നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ മനസ്സിലാവും. ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങളാണ് ഈ ബിജെപിയുടെ വനിതാ നേതാവ് നടത്തിയിരിക്കുന്നത്. ആ ഒരു ആരോപണം അത് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം നടന്ന സമയത്ത് 50ഓളം വരുന്ന നേതാക്കന്മാർ ഒളിവിൽ പോവുകയും ഈ ഒരാളെ മാത്രം ഇട്ടുകൊടുത്തത് അതിനകത്ത് ദുരൂഹതയുണ്ട്, അതിനകത്ത് വ്യക്തമായ ബിജെപിക്ക് പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സംഭവം നടന്ന സമയത്തും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ആരും മുഖവരയ്ക്ക് എടുത്തിട്ടില്ല. പക്ഷേ സത്യം ഒരു നാളും മൂടി വെക്കാൻ പറ്റില്ല. അതെന്തെങ്കിലും മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. ഇനിയും ഈ സംഘപരിവാർ റോളികളുടെ തെണ്ടിത്തരവും തെമ്മാടിത്തരങ്ങളുമായിട്ട് ഇതുപോലെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും വിജയകുമാറിന്റെ ജീവന് സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ കേരള സർക്കാരും കേരളത്തിലെ നിയമപാലകരുമാണ്. അത് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവരുടെ ജീവന് തന്നെ
ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരുപാട് ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും BJPക്ക് വേണ്ടി ജയ് വിളിച്ച് ആക്രോശിച്ച് ജനങ്ങളുടെ നെഞ്ചത്ത് കയറുന്ന വേട്ടാവളിയന്മാരായിട്ടുള്ള ചാണക ഓളികളെ, നിൻ്റെയൊക്കെ തലയ്ക്കകത്ത് മൂളയുണ്ടെന്നുണ്ടെങ്കിൽ നീയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.